ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാ പ്രാവശ്യവും ചെയ്ത ഷോർട്ട് വീഡിയോകളാണ്. കൂടുതലും ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. ചെടികളുടെ ആണെങ്കിലും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള വീഡിയോകളാണെങ്കിലും ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ ആണ് ഇടുന്നത്. കുറച്ച് നാളിന് ശേഷമാണ് നമ്മൾ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പം നമ്മുടെ ചെടികളെ പറ്റിയുള്ള ഒരു ഗാർഡൻ ടൂറിങ്ങാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഈ കാണുന്ന ചെടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ എല്ലാ കയ്യാലകളിലും അതുപോലെ തന്നെ നിലത്തൂടെയൊക്കെ നിൽക്കുന്ന കാണുന്നൊരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വിത്ത് കൊണ്ട് നമ്മൾ ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ചട്ടി മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ചതാണ്. അതിപ്പം വളർന്ന് വലുതായിട്ടുണ്ട്. അപ്പം തണലുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വളർന്നു വരും. ഈ ഭരണിയിൽ വെച്ചിരിക്കുന്ന നിയോൺ പോത്തോസിൻ്റെ ഒരു ചെറിയൊരു ലീഫ് പറിച്ചിട്ട് റബ്ബർ ബാൻഡ് കൊണ്ട് ഇത് കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് ചുമ്മാ വെള്ളത്തിലിട്ട് വെച്ചാണ്. അപ്പോൾ അത് വേരൊക്കെ വന്നിട്ടുണ്ട് നല്ലതായിട്ട്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആ ബൗളിൻ്റെ അകത്ത് നമ്മൾ ഒരു മണി പ്ലാന്റിൻ്റെ പോലത്തെ ഒരു ചെടി വെക്കാൻ വേണ്ടിയാണ് മേടിച്ചത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അകത്ത് ഗപ്പിയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്തെ വൈറ്റ് ചെടിച്ചട്ടിയിൽ സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞൊരു ഡാർക്ക് കളറുള്ള കട്ടിയുള്ള ചെടിയാണത്. അപ്പം അതിന് കുറച്ചുകൂടെ ഭംഗിയാകാൻ വേണ്ടി ആ മണ്ണൊക്കെ കാണാതിരിക്കാനായിട്ടാണ് നമ്മളത് മിറ്റിലിട്ടിരിക്കുന്നത്. എല്ലാ വൈറ്റ് ചെടിച്ചട്ടിക്കകത്തും നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേളിലായിട്ട് മിറ്റിലിടുന്നുണ്ട്. അപ്പം ആ മണ്ണ് ചെടിയുടെയൊക്കെ ഇത് കാണാതിരിക്കാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ മാർബിൾ പോത്തോസ് നമ്മൾ മേടിച്ച ആ ചട്ടി തന്നെ ആ വയറ്റ് ചെടിച്ചട്ടിക്കകത്തോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ള ചെടിച്ചട്ടിക്കകത്ത് നമ്മൾ മണ്ണിട്ട് ഒരു ചെളി പോലെ ആകാതിരിക്കാനാണ് അങ്ങനെ ഇറക്കി വെച്ചത്. അതാണ് കുറച്ചുകൂടെ നല്ലത്. വെള്ളം ഒഴിക്കാനാണെങ്കിലും എപ്പോഴും നല്ലത് അങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ മണി പ്ലാന്റ് വെറൈറ്റി വരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണ് ഈ മുകളിലോട്ട് വള്ളിയിൽ കയറ്റി വിട്ടിരിക്കുന്നത്. നിയോൺ പോത്തോസും അതുപോലെ തന്നെ ചട്ടി ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പം പുതിയ പ്ലാന്റുകളൊക്കെ മേടിക്കുമ്പം ചട്ടി മേടിച്ചിട്ട് ഇതുപോലെ ഇറക്കി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. വൈറ്റ് ചെടിച്ചട്ടിക്കകത്തോട്ട് മണ്ണിറക്കി വിടാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ വൃത്തിയായും ഭംഗിയായിട്ടും ഇതിരിക്കാൻ നമ്മൾ സഹായിക്കുന്നത്. ഉപയോഗശൂന്യമായ ഒരു വസ്തു നമുക്ക് ഈ ഗാർഡനിങ്ങിന് ഉപകാരപ്പെടുത്താം എന്നതിനുള്ളതിനൊരു തെളിവാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ സ്റ്റാൻഡായിട്ട് വെച്ച് അതിലിരുന്ന് ചെയർ പോലെ ഇരുന്ന് തേങ്ങ ചിരണ്ടുന്ന ഒരു ചിരവയായിരുന്നു. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ ചിരവനാക്ക് കട്ട് ചെയ്തെടുത്ത് കളഞ്ഞിട്ട് അത് നമ്മൾ ഗാർഡൻ സ്റ്റാൻഡാക്കി സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിന് ബ്ലൂ കളർ പെയിൻറ്റൊക്കെ അടിച്ചു. ബോഗൺവില്ലായും അതുപോലെ സ്നേക്ക് പ്ലാന്റും ഒക്കെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡാർക്ക് കളറുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയാകാനായിട്ട് ബ്ലാക്കിൻ്റെ കൂടെ 2 കളറുള്ള ചെടിച്ചട്ടികളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കളറുള്ള ചട്ടിയും കൂടെ വന്നു കഴിയുമ്പം സ്റ്റാൻഡ് മൊത്തത്തിൽ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇപ്പം മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് ബോഗൺവില്ലയുടെ സീസണൊക്കെ കുറഞ്ഞ് പൂക്കളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നീല കളറുള്ള പൂവും റെഡ് കളറുള്ള പൂവും ഉണ്ടാകുന്ന ഒരു ബോഗൺവില്ലയാണ്. അപ്പോൾ അതിപ്പം കുറച്ചുകൂടെ വെയിലത്തൊക്കെ ഇരുന്നാണ്. ഇപ്പോൾ അത് തണലത്തെടുത്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്ന വളരെ ഭംഗിയാണ്. അപ്പം സ്റ്റാൻഡ് മറിഞ്ഞു പോവുകയില്ല, അതുപോലെ തന്നെ ചെളി തെറിക്കുകയില്ല മഴ പെയ്യുന്ന സമയങ്ങളിൽ. ഇത് മദർ പ്ലാന്റ് കട്ട് ചെയ്തതാണ്, ആന്തൂറിയത്തിൻ്റെ. അപ്പോൾ ഇത് തിക്കായിട്ടൊരു ചെടിച്ചട്ടിക്കകത്ത് കട്ടയായിട്ടുണ്ടായി നിന്ന സമയത്ത് ഒരുപാട് വേരുകളുണ്ടായിരുന്നു. അത് പൊങ്ങി നിന്ന സമയത്ത് ആ മദർ പ്ലാന്റ് കട്ട് ചെയ്ത് ഒരു 10-12 ഓർക്കിഡ് ഒരു ചട്ടിയിൽ നിന്ന് തന്നെ കിട്ടി. അപ്പോൾ ആ ചട്ടിയിലോട്ട് മാറ്റിയ സമയത്താണ് ഈ വേര് വേസ്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ അതൊരു ചട്ടിക്കകത്ത് ഇട്ട് വെച്ചതാണ്, ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി സെറ്റ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് മുമ്പ് കണ്ട നമ്മൾ വെരിഗേറ്റർ ബാമ്പു എന്ന് പറഞ്ഞൊരു ചെടിയാണ്, വെള്ളയില്ലി. അപ്പോൾ അതും അതിൻ്റെ ഒരു തണ്ട് കട്ട് ചെയ്ത് നമ്മൾ മണ്ണിൽ നട്ടു വെച്ചിരിക്കുകയാണ്. ചാണകപ്പൊടിയും മണലും ഇട്ടാണ് നട്ടിരിക്കുന്നത്. അറക്കപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു പരീക്ഷണമാണ് അത് മുളച്ച് വരുമോ എന്നുള്ളത്. ഈ ഓർക്കിഡ് ഓർമ്മയുണ്ടോ? അപ്പോൾ നമ്മളിത് ഒരു പ്രാവശ്യം ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓർക്കിഡ് സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇത് ഈ തടിയിലൊക്കെ സെറ്റാക്കി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു കാപ്പിയുടെ കുറ്റിയിലാണ് കയറ് അതുപോലെ തന്നെ ചാണകപ്പൊടി, ചകിരി ഇതെല്ലാം കൂടെ കൂട്ടി ചുറ്റി വെച്ചിരിക്കുകയാണ്. ഇത് 2 ദിവസം മുമ്പ് ഇതിൽ പൂവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ ശക്തമായപ്പോഴത്തേനും ആ പൂവെല്ലാം പൊഴിഞ്ഞു പോയി.
അപ്പം ഒരു സ്കൈ ബ്ലൂ കളറൊക്കെ വരുന്നൊരു സൈസ് പൂവാണ് അതിലുണ്ടാകുന്നത്. അപ്പോൾ മനി ഓർക്കിഡിൻ്റെ 2-3 വെറൈറ്റികൾ ഉണ്ട്. അതുപോലെ തന്നെ ഡെൻഡ്രോബിയമാണ് നിൽക്കുന്നത്. ഈ ഡെൻഡ്രോബിയം പൂവിട്ടതാണ്. മഴയുടെ കാഠിന്യം കൂടിയപ്പം അത് പൊഴിഞ്ഞു പോയി. അതെല്ലാം ഇനി ഒരു ഗാർഡൻ നെറ്റിനടിയിലോട്ട് മാറ്റി സ്ഥാപിക്കണം. മഞ്ഞപ്പൂ ഉണ്ടാകുന്ന ഓർക്കിഡും നിൽപ്പുണ്ട്. ഓർക്കിഡിൻ്റെ ഒരു 5-6 വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഈ മഴ ശരിക്കും ഓർക്കിഡ് ഒരുപാട് മഴ നനയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നനഞ്ഞു കഴിയുമ്പം അത് വീണ്ടും ചിലപ്പോൾ അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. നന്ദിയാർവട്ടത്തിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ലൈറ്റും ഉണ്ട്, ഡാർക്കും ഉണ്ട്. ഇപ്പം നന്ദിയാർവട്ടത്തിൻ്റെ മിനിയേച്ചറാണ് ഈ കാണുന്നത്. ഇത് കുറച്ച് പന്തലിച്ച് നിൽക്കും, കാണാൻ വളരെ ഭംഗിയായിരിക്കും. വൈറ്റ് ലീഫുള്ള ഒരു പുതിയ ചെടിയാണ്. ഇത് വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പം 4 മണിപ്പൂവുണ്ട്, മഞ്ഞപ്പൂവ്. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു മിനിയേച്ചർ ഉണ്ടാക്കി കിളിക്കൂടിൻ്റെ. ഒരു പ്രാവശ്യം 2 കിളികൾ വന്ന് കയറിയിരുന്നു, പിന്നെ വന്നിട്ടില്ല. അത് താഴോട്ടെടുത്ത് വെച്ചതിന് ശേഷം. ഇതും മനി ഓർക്കിഡ് തന്നെയാണ്. ഡെൻഡ്രോബിയം തെങ്ങിൻ്റെ ചകിരിക്കകത്ത് സെറ്റ് ചെയ്തതാണ്. കരി, ചകിരി, ചാണകപ്പൊടി ഇത് മാത്രമാണ് അതിൻ്റെ മിശ്രിതം. ഏകദേശം 10 വർഷം പഴക്കമുള്ള വെള്ളയില്ലിയാണ്, വെരിഗേറ്റഡ് ബാമ്പു. അപ്പോൾ ഇത് പൊങ്ങി വരുന്നതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ ഇത് ഒരു അസൗകര്യം ഉണ്ടാക്കുന്നത് മാറിക്കിട്ടും. അത് ഒത്തിരി പന്തലിച്ച് പോവുകയില്ല, കാണാനും വളരെ ഭംഗിയായിരിക്കും. കട്ട് ചെയ്ത് ആകൃതി തന്നെ വിടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ട് നിൽക്കുന്നതും. ഒരു വെർട്ടിക്കൽ ഗാർഡനായിട്ട് സെറ്റ് ചെയ്ത് ഉദ്ദേശിച്ചാണ്. അത് എത്ര കണ്ട് അങ്ങനെ ആയിട്ടുണ്ടെന്നുള്ള അറിയത്തില്ല. അപ്പം ഡാർക്ക് കളറുള്ള നമ്മുടെ മണി പ്ലാന്റും, അത് പറമ്പിലൊക്കെ നിൽക്കുന്ന സാധാ മണി പ്ലാന്റാണ്. അതുകൊണ്ടൊരു മുള, അതായത് ഓങ്കിമുള എന്ന് പറഞ്ഞ ഇച്ചിരി വണ്ണമുള്ള മുളയുണ്ട്. ആ മുളയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ കയ്യിൽ അണ്ണാൻ്റെ മിനിയേച്ചർ, അതായത് കാപ്പിയുടെ കുറ്റിയിൽ ഉണ്ടാക്കിയെടുത്താണ് അണ്ണാൻ്റെ ചെറിയൊരു ഷേപ്പുള്ളത്. അതും പിന്നെ ചെറിയൊരു പൂജയും, അതുപോലെ തന്നെ 3-4 ചെടിച്ചട്ടി, ആന്തോറിയം. ഡാർക്കായിട്ടുള്ള ഒരു ഗ്രീൻ ലൈഫ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. വൈറ്റ് വോൾ ഭിത്തി വരുന്ന സൈഡിൽ ഡാർക്ക് ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് കുറച്ചുകൂടെ ഭംഗിയാക്കി സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് എത്ര കണ്ട് ഭംഗിയായിട്ടുണ്ടെന്നുള്ളത് അറിയത്തില്ല. അപ്പം മുകളിൽ ഒരു വെർട്ടിക്കൽ ഗാർഡൻ്റെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇനിയും കുറച്ച് ചെടികളും കൂടെ അവിടെ ആഡ് ചെയ്യണം, എന്നാലേ കുറച്ചുകൂടെ ഭംഗിയാകത്തുള്ളൂ. അക്വേറിയത്തിൻ്റെ അകത്ത് പൊതുവേ മീനുകൾ കുറവാണ്. അപ്പം ഗോൾഡ് ഫിഷൊക്കെ ഉള്ളൂ. അതുപോലെ ഇതും ഓർക്കിഡിൻ്റെ നമ്മൾ കുറ്റിയിൽ ചെയ്യുന്നൊരു വീഡിയോ, നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഏകദേശം 1 വർഷമായിട്ടുണ്ട്. വേരൊക്കെ നല്ലപോലെ പടർന്ന് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉണ്ടാകുന്ന ഒരു മഞ്ഞ കളറുള്ള പൂവാണ്. അപ്പം നമ്മുടെ ഗാർഡൻ ടൂറിങ്ങിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ കമൻറ്റ് മുഖേന അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ.